നെയ്യാറ്റിൻകര ഗോപന്റെ മൃതദേഹം പുറത്തെടുത്തു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. ഫസ്റ്റ് റൗണ്ട് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. Today's headlines brought to you by Sigtron panel lights. Simply exceptional. ഒരാഴ്ച നീണ്ട വിശ്വാസ വിവാദത്തിന് വിരാമമിട്ട് നെയ്യാറ്റിൻകര ഗോപന്റെ മൃതദേഹം കല്ലറ പൊളിച്ചു പുറത്തെടുത്തു. വൻ പോലീസ് സന്നാഹത്തിൽ സബ് കളക്ടർ നേതൃത്വം നൽകിയ ദൌത്യം തുടങ്ങിയത് പുലർച്ചെ 6 മുതൽ. പ്രതിഷേധിക്കാതെ കുടുംബവും ഹിന്ദുത്വ സംഘടനകളും. പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മൃതദേഹം ഏറ്റുവാങ്ങാൻ മകൻ മെഡിക്കൽ കോളേജിൽ. ഇടത് സർവീസ് സംഘടനയുടെ വേദിയിൽ വാട്ടുപാട്ട് ആസ്വദിച്ച് മുഖ്യമന്ത്രി. KSCA മന്ദിരം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി വേദിയിലെത്തുമ്പോൾ മുഴങ്ങിയത് 100 വനിതകൾ ആലപിച്ച സ്തുതിഗീതം. പാട്ടെഴുതിയ ചിത്രസേനന്റെ പുനർനിയമനത്തിലെ പൊരുത്തക്കേട് പുറത്ത്. ഇടത് സംഘടനാ ഉദ്യോഗസ്ഥൻ നിയമന ഉത്തരവിറക്കിയത് അപേക്ഷിക്കുന്നതിന് ഒരു ദിവസം മുൻപ്. രക്ഷകനായതുകൊണ്ടാണ് വാട്ടുപാട്ടെഴുതിയതെന്ന് ചിത്രസേനൻ മീഡിയ വണിനോട്. വനനിയമ ഭേദഗതി പിൻവലിച്ചതോടെ മലക്കം മറിഞ്ഞ മന്ത്രി AK ശശീന്ദ്രൻ. ജനകീയ താൽപര്യം മുൻനിർത്തിയുള്ള തീരുമാനമെന്ന് മന്ത്രി മീഡിയ വണിനോട്. മലയോര സമര പ്രചാരണ യാത്രയുമായി UDF മുന്നോട്ട്. അമരക്കൊല്ലിയിലിറങ്ങിയ കടുവ വനം വകുപ്പിന്റെ റഡാറിന് പുറത്ത്. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രതിഷേധം. കാട്ടാനെ ആക്രമിച്ചു കൊന്ന സരോജിനിയുടെ മൃതദേഹം സംസ്കരിച്ചു. തൃശൂർ ചിൽഡ്രൻസ് ഹോമിൽ ഉറങ്ങിക്കിടന്ന 17-കാരനെ അന്തേവാസി തലക്കടിച്ചു കൊന്നു. UP സ്വദേശിയായ അങ്കിതിന്റെ അരും കൊല നടത്തിയത് 15-കാരൻ. ഇന്നലെ നടന്ന മർദ്ദനത്തിന്റെ വൈരാഗ്യത്തിലെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ. കെയർടേക്കർമാർക്ക് വീഴ്ച പറ്റിയോ എന്ന് പരിശോധിക്കുമെന്ന് ജില്ലാ കലക്ടർ. ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ VIP പരിഗണനയെന്ന ആരോപണത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടു. അന്വേഷണത്തിനായി ജയിൽ ഹെഡ്ക്വാർട്ടേഴ്സ് DIG വിനോദ് കുമാർ കാക്കനാട് ജയിലിലെത്തി. അന്വേഷിക്കുന്നത് ബോബിക്ക് മധ്യമേഖല DIG അജയ്കുമാർ സഹായം ചെയ്തെന്ന ആരോപണം. ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാന് കുത്തേറ്റു. സംഭവം ഇന്ന് പുലർച്ചെ വീട്ടിലെ മോഷണശ്രമം തടയുന്നതിനിടെ. ബാന്ദ്രയിലെ വീട്ടിൽ താരത്തിന് കുത്തേറ്റത് 3 തവണ. 2 പരിക്കുകൾ ആഴമുള്ളത്. മുംബൈ ലീലാവതി ആശുപത്രിയിൽ സെയ്ഫ് അലി ഖാന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞു. മുണ്ടക്കൈ പുനരധിവാസത്തിന് S സുഹാസ് IAS സ്പെഷ്യൽ ഓഫീസർ. പുനർനിർമ്മാണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സുഹാസിന്. ഉയർന്ന നഷ്ടപരിഹാരം അവകാശമല്ലെന്ന് ഹൈക്കോടതി. നഷ്ടപരിഹാര തുക ഉയർത്തണമെന്ന് അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട്. വിനോദ നികുതി അടയ്ക്കാത്തതിന് കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നറിയിപ്പ് നൽകി കൊച്ചി കോർപ്പറേഷൻ. കുടിശ്ശിക അടച്ചില്ലെങ്കിൽ അടുത്ത നടപടിയിലേക്ക് കോർപ്പറേഷൻ. സ്റ്റേഡിയം അനുവദിച്ചതിന്റെ വിശദാംശങ്ങൾ നൽകാൻ GCDAയ്ക്കും നോട്ടീസ്. ദുരൂഹ സമാധി പൊളിച്ച് നെയ്യാറ്റിൻകര ഗോപന്റെ മൃതദേഹം പുറത്തെടുത്തു. കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു കല്ലറ തുറന്നത്. കല്ലറയിൽ ചമ്രം പടിഞ്ഞിരിക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പുലർച്ചെ 4 മണിയോടെ ഗോപന്റെ രണ്ടാമത്തെ മകൻ രാജസേനൻ സമാധിയിൽ പൂജകൾ ആരംഭിച്ചു. 1 മണിക്കൂർ നീണ്ട പൂജ കഴിഞ്ഞ് വീടിനുള്ളിലേക്ക്. പിന്നീട് ആരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. 6:30യോടെ പോലീസ് നടപടിക്രമങ്ങൾ ആരംഭിച്ചു. സമാധി പരിസരം ടാർപോളിൻ വെച്ച് മറച്ചു. ബാക്കി സജ്ജീകരണങ്ങൾ മിന്നൽ വേഗത്തിൽ. ഒരുക്കങ്ങൾ പൂർത്തിയായതോടെ ഫോറൻസിക് സംഘമെത്തി. പിന്നാലെ സബ് കളക്ടറും. നെഞ്ചുവരെ പൂജാദ്രവ്യത്തിൽ മൂടിയ മൃതദേഹം പുറത്തെടുത്ത ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക്.
നെയ്യാറ്റിൻകര ഗോപന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മൃതദേഹം ഉടൻ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. മൃതദേഹവുമായി ബന്ധുക്കൾ വീട്ടിലേക്ക് ഉടൻ തന്നെ പോകും. വിവരങ്ങളുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഷിജോ കുര്യനാണ് ചേരുന്നത്. ഷിജോ, പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവന്നോ? ബന്ധുക്കൾ അവിടെ കാത്തു നിൽക്കുകയാണോ? ദിവ്യ, അല്പസമയത്തിനകം നെയ്യാറ്റിൻകര ഗോപന്റെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരും. അല്പസമയം മുമ്പാണ് ഈ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കിയത്. ഈ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ മൃതദേഹം അല്പസമയത്തിനകം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്യും. മൃതദേഹം ഏറ്റുവാങ്ങാനായിട്ട് മകൻ സനന്ദൻ അല്പസമയം മുമ്പ് ഇവിടേക്ക് വന്നിരുന്നു. മൃതദേഹം ഇവിടുന്ന് നെയ്യാറ്റിൻകര ആറാട്ടുമുട്ടിലെ വീട്ടിലേക്ക് തന്നെയായിരിക്കും കൊണ്ടുപോകുക. പോസ്റ്റ്മോർട്ടം സംബന്ധിച്ച് കുറച്ചുകൂടി കഴിയുമ്പോൾ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് പങ്കുവെക്കാൻ കഴിയും. പോലീസ് ഇപ്പോൾ നൽകുന്നത് ഇത് പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ മാത്രമേ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയുള്ളൂ. ഇതിന്റെ വിശദമായിട്ടുള്ള പരിശോധനകൾക്ക്, വിവിധ തരം പരിശോധനകൾക്ക് ഓരോ ആന്തരിക അവയവങ്ങളും അടക്കം പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഇതിന്റെ പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടിലെ വിവരങ്ങൾ എന്ന് പറയുന്നത് പോലീസിൽ നിന്ന് നൽകുന്നത് നിലവിൽ ഇതൊരു സ്വാഭാവിക മരണമായിട്ട് കണക്കാക്കാം എന്നുള്ള ആ ഒരു നിഗമനത്തിലേക്ക് പോലീസ് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരപ്രകാരം ഇതൊരു സ്വാഭാവിക മരണമായിട്ട് ഇപ്പോൾ കണക്കാക്കാൻ കഴിയുമെന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ പോലീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും ഒരു സ്ഥിരീകരണം ഈ ഒരു ഘട്ടത്തിൽ വന്നിട്ടില്ല. കാരണം പോസ്റ്റ്മോർട്ടം പൂർത്തിയായത് മാത്രമേ ഉള്ളൂ. പോസ്റ്റ്മോർട്ടം പൂർത്തിയായി ഈ ശേഖരിച്ച സാമ്പിളുകൾ വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കണം. പത്തോളജി ലാബിലേക്കും ഓട്ടോപ്സി ലാബിലേക്കും ഒക്കെ വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തിയാൽ മാത്രമേ എന്താണ് മരണകാരണം എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരികയുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ 3 തരത്തിലുള്ള പരിശോധനകളാണ് നടത്തിയത്. അതിന്റെ ഒരു പ്രാഥമിക സാരാംശം എന്ന് പറഞ്ഞ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം ഇത് ഒരു സ്വാഭാവിക മരണമായിട്ട് കണക്കാക്കാം എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് പ്രാഥമികമായിട്ടുള്ള ഫൈൻഡിങ്സ് മാത്രമാണ്. ഇതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഫൈൻഡിങ്സിലേക്ക് പോലീസ് എത്തിയിട്ടില്ല. പരിശോധനാ ഫലം സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ പൂർണ്ണമായിട്ട് വന്നതിന് ശേഷം മാത്രമേ ഇതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ കഴിയുകയുള്ളൂ. നിലവിൽ ഇതൊരു സ്വാഭാവിക മരണമായിട്ട് കണക്കാക്കുന്നു എന്നുള്ള വിലയിരുത്തലിലേക്കാണ് പോലീസ് പോകുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി അല്പസമയത്തിനകം മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരും. മരണകാരണം വ്യക്തമാകണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരേണ്ടിയിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. മൃതദേഹം ഉടൻ തന്നെ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഇടത് സർവീസ് സംഘടനയുടെ മന്ദിരോദ്ഘാടന ചടങ്ങിൽ വാഴ്ത്തുപാട്ട് ആസ്വദിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വാഴ്ത്തുപാട്ട് കേട്ടാണ് മുഖ്യമന്ത്രി വേദിയിലേക്ക് കടന്നുവന്നത്. 100 പേർ ചേർന്നാണ് പാട്ടുപാടിയത്. ചെമ്പടയ്ക്ക് കാവലാ ചെങ്കടൽ കടക്കുറ, ചെമ്പടയ്ക്ക് കാവലാ ചെങ്കടൽ കടക്കുറ, ചെങ്കൊടിക്കരത്തിലേത് കേരളം നയിക്കയാ. ചെമ്പടയ്ക്ക് കാവല ചെങ്കടൽ കടക്കുറ, ചെങ്കൊടിക്കരത്തിലേന്തി കേരളം. അതിനിടെ പാട്ടെഴുതിയ ചിത്രസേനന്റെ പുനർനിയമനത്തിലെ പൊരുത്തക്കേട് പുറത്തു വന്നിട്ടുണ്ട്. അപേക്ഷ നൽകുന്നതിന് ഒരു ദിവസം മുന്നേ ഇടത് സംഘടനാ ഉദ്യോഗസ്ഥൻ നിയമന ഉത്തരവിറക്കി. രക്ഷകനായതുകൊണ്ടാണ് വാഴ്ത്തുപാട്ട് എഴുതിയതെന്ന് ചിത്രസേനൻ മീഡിയ വണിനോട് പറഞ്ഞു. എഴുതി വന്നപ്പോൾ അത് അങ്ങ് ഞാൻ മുഖ്യമന്ത്രിയായിട്ട് അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ലയിച്ചു പോയി. എൻ്റെ വീട്ടിലിപ്പം പൈസ ഇല്ല, ദാരിദ്ര്യമാണ്. അടുത്ത സംസ്ഥാനത്തൊക്കെ പോയി പൈസയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് നമുക്ക് ചോറ് തരുന്ന പോലെ കേരള ജനതയെ ഊട്ടുന്ന ഒരു മനുഷ്യന് വേണ്ടി ഒരു കവിത എഴുതിയില്ലേ പിന്നെ കവിയായിട്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെ ഞാൻ എഴുതിയാണ്. ആ സ്തുതിഗീതമെന്നോ എന്ത് വേണോ നിങ്ങൾ പറഞ്ഞു, എനിക്കതിലൊന്നും ഒരു വിഷയവും ഇല്ല. നമ്മുടെ രക്ഷകനാണ്, കേരളത്തിന്റെ രക്ഷകനാണ്, അതുകൊണ്ട് ഞാൻ കവിത എഴുതിയാണ് സുഹൃത്തെ, അല്ലാതെ എനിക്കതിൽ വേറെ ഒന്നും പറയാനില്ല. RB സനോബ് കൂടുതൽ വിവരങ്ങൾ നൽകും. സനോബ, വാഴ്ത്തുപാട്ട് വിവാദത്തിലാകുമ്പോൾ തന്നെയാണ് പാട്ടെഴുതിയ ചിത്രസേനന്റെ നിയമനവും വിവാദത്തിലാകുന്നത്. ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങ് പൂർത്തിയായിട്ടുണ്ട്. ഈ സ്തുതിഗാനം വാഴ്ത്തുപാട്ട് ആസ്വദിച്ചു തന്നെയാണോ മുഖ്യമന്ത്രി മടങ്ങിയത്? വലിയ വിവാദമൊക്കെയായിരുന്നു മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചുകൊണ്ട് ഈ ഒരു വാഴ്ത്തുപാട്ട് തയ്യാറാക്കിയത്. പക്ഷേ മുഖ്യമന്ത്രി ആ ഗാനം ആസ്വദിച്ചു തന്നെയാണ് ഇവിടുന്ന് മടങ്ങിയത്. നേരത്തെ എടുത്ത തീരുമാനപ്രകാരം മുഖ്യമന്ത്രി വേദിയിൽ വരുമ്പോൾ തന്നെ ഈ മുഖ്യമന്ത്രിയുടെ മുന്നിൽ വെച്ച് ഈ പാട്ട് പാടണമെന്നതായിരുന്നു തീരുമാനം. പക്ഷേ വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ സുവർണ ജൂബിലി കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഈ പാട്ട് പാടാൻ വേണ്ടിയാണ് പിന്നീട് തീരുമാനിച്ചത്. പക്ഷേ ഈ പാട്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം കഴിഞ്ഞ് നേരെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തുന്ന സമയത്തും ഈ സ്തുതിഗീതം പാടുന്ന ഒരു കാഴ്ചയാണ് നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി വേദിയിൽ വന്നിരുന്ന ശേഷവും മുഖ്യമന്ത്രി ഈ ഗാനം അവിടെ ആസ്വദിച്ചുകൊണ്ട് ഇരിക്കുക തന്നെയാണ് ചെയ്തത്. പക്ഷേ പ്രസംഗത്തിൽ
ഒരിടത്ത് പോലും ഈ പാർട്ടിനെ പറ്റിയോ അത് എഴുതിയ കാര്യങ്ങളെ പറ്റിയോ ഒന്നും തന്നെ മുഖ്യമന്ത്രി പരാമർശിച്ചില്ല. പകരം ഈ പരിപാടി സംഘടിപ്പിച്ച സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനെ പുകഴ്ത്തുന്ന കുറച്ച് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അതിനോടൊപ്പം തന്നെ സർക്കാരിന്റെ പല വികസന പ്രവർത്തനങ്ങളെ പറ്റിയും അദ്ദേഹം എടുത്തു സൂചിപ്പിച്ചു. ഈ വ്യവസായ രംഗത്തടക്കം വലിയ നേട്ടങ്ങളൊക്കെ സർക്കാരിന് കൈവരിക്കാനായി, പക്ഷെ അതൊന്നും തന്നെ താഴെ തട്ടിലേക്ക് എത്തുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ നല്ല കാര്യങ്ങൾ, ആരോഗ്യപരമായിട്ടുള്ള വികസനങ്ങൾ അത് ചർച്ചയാക്കാനോ അത് വാർത്തയാക്കാനോ ഒന്നും തന്നെ ആർക്കും താല്പര്യമില്ല എന്ന വിമർശനം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. സർക്കാർ ജീവനക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെ ശമ്പള പരിഷ്കരണം അടക്കമുള്ള കാര്യങ്ങൾ ഉടനെ തന്നെ തീരുമാനമെടുക്കും. DA പിടിച്ചെടുക്കാൻ അടക്കം ഉടനെ തീരുമാനമെടുക്കും. മുഖ്യമന്ത്രി ഇവർക്ക് ഉറപ്പ് നൽകിയ ശേഷമാണ് മടങ്ങിയത്. അദ്ദേഹം മടങ്ങിയ ശേഷവും ഇവിടെ ഈ മുഖ്യമന്ത്രി ഉപയോഗിച്ചിട്ടുള്ള സ്തുതിഗീതം പാടുകയാണ് ചെയ്തത്. പക്ഷെ അതിനുശേഷം ഈ സ്തുതിഗീതം സംബന്ധിച്ച് ഒരു പരാമർശം നടത്തിയത് MLAയും അതുപോലെ CPM ജില്ലാ സെക്രട്ടറി പി ജോയിയാണ്. മുഖ്യമന്ത്രിയുടെ പേര് പറയുമ്പോൾ എന്താണ് ഇത്ര അസഹിഷ്ണുത എന്നാണ് അദ്ദേഹം ചോദിച്ചത്. എന്തായാലും പരിപാടി ഇപ്പോൾ വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ നടന്നിട്ടുണ്ട്. വാഴ്ത്തുപാട്ട് നടക്കുന്നതിനിടെ തന്നെയാണ്, ആലപിക്കുന്നതിനിടെ തന്നെയാണ് മുഖ്യമന്ത്രി വേദിയിലെത്തിയത്. മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിലുള്ള ഒരു അതൃപ്തിയോ പ്രതികരണത്തിനോ തയ്യാറായിട്ടില്ല. RB സനൂപാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. വഴിയടച്ച വേദി കെട്ടി നടത്തുന്ന സമ്മേളനങ്ങളെ പരോക്ഷമായി വിമർശിച്ച് CPM നേതാവ് G സുധാകരൻ. സമരം ചെയ്യുന്നവർ ഗതാഗത നിയമം പാലിക്കണമെന്ന് സുധാകരൻ പറഞ്ഞു. രാഷ്ട്രീയത്തിൽ പ്രായപരിധി പ്രായോഗികമല്ല. പ്രായപരിധി കഴിഞ്ഞവർ എങ്ങനെ ജീവിക്കുന്നുവെന്ന് നോക്കണ്ടേയെന്നും സുധാകരൻ ചോദിച്ചു. ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് മാറണമെന്ന് തീരുമാനമാണ്, ഞങ്ങളെല്ലാം കൂടെ തീരുമാനമാണ്. ഒരുപാട് പേർക്ക് ഇവിടെ പെൻഷനൊന്നുമില്ല, ഗ്രാറ്റുവിറ്റിയൊന്നുമില്ല. ഞാൻ പിന്നെ MLA ആയതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല, കാരണം എനിക്ക് 35,000 രൂപ പെൻഷൻ കിട്ടും. അങ്ങനെ ഇല്ലാത്ത ഒരാളാണ് എന്ത് ചെയ്യുക? ചത്തുപോല വേറെ വഴിയുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് എന്താ ഗ്യാരണ്ടി? ഒരു ഗ്യാരണ്ടിയില്ല. പിന്നെ കൈക്കൂലിയൊക്കെ വാങ്ങി നല്ലപോലെ സമ്പാദിച്ചവരാണ്, പിന്നെ പേടിക്കേണ്ട കാര്യമില്ല, വിഷമിക്കേണ്ട കാര്യമില്ല. ജനകീയ താൽപര്യം മുൻനിർത്തിയാണ് വനനിയമ ഭേദഗതി പിൻവലിച്ചതെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ചില സംഘടനകൾ ജനങ്ങളുടെ മനസ്സിൽ തീ കോരിയിട്ടെന്നും മന്ത്രി മീഡിയ വണിനോട് പറഞ്ഞു. ഭേദഗതി പിൻവലിച്ചത് താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചുനാനിയിൽ സ്വാഗതം ചെയ്തു. ബില്ല് പിൻവലിച്ചെങ്കിലും UDFന്റെ മലയോര സമര പ്രചാരണ യാത്രയിൽ മാറ്റമില്ല. വനനിയമ ഭേദഗതിയിൽ സർക്കാരിന് തെറ്റുപറ്റിയിട്ടില്ല. സർക്കാർ വിരുദ്ധ ശക്തികൾക്ക് അടിക്കാൻ വടി കൊടുക്കുകയല്ല ഒരു ജനകീയ ഭരണകൂടം ചെയ്യേണ്ടത്. ഇക്കാര്യങ്ങൾ പരിഗണിച്ചാണ് ബിൽ പിൻവലിക്കൽ തീരുമാനമെന്നും വനം മന്ത്രി വ്യക്തമാക്കി. UDF ഭരണകാലത്താണ് വനം ഭേദഗതി നിയമത്തിന് ആദ്യം ശ്രമം നടന്നതെന്നും മന്ത്രിയുടെ പ്രതിരോധം. 2013 ആദ്യമായി വനനിയമത്തിൽ ഭേദഗതിയുമായി അന്നത്തെ ഗവൺമെന്റ് മുന്നോട്ട് വന്നത്. എന്തുകൊണ്ടാണ് അവർക്ക് അതുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയാതെ പോയത്? അതാരെങ്കിലും ഭയന്നിട്ടാണോ, തോറ്റിട്ടാണോ, എന്താണ്? വയനാട്ടിലെ കടുവാ ദൗത്യത്തിന് വനം വകുപ്പിന് വീഴ്ചയുണ്ടായിട്ടില്ല. മലപ്പുറത്ത് കാട്ടാനാക്രമണം നടന്നത് വനത്തിനുള്ളിലാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ബിൽ പിൻവലിച്ചതിനെ സഭാ നേതൃത്വം സ്വാഗതം ചെയ്തു. എന്നാൽ വനപാലകരെ നിയന്ത്രിക്കുന്നതിൽ സർക്കാർ പരാജയമെന്നും വിമർശനം. സർക്കാർ പരാജയമെന്നല്ല, സർക്കാർ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുന്നതിൽ വമ്പൻ പരാജയമെന്ന് തന്നെയാണ് ഞാൻ പറയുക. ബിൽ പിൻവലിച്ചെങ്കിലും UDFന്റെ മലയോര പ്രചാരണ യാത്രയ്ക്ക് മാറ്റമില്ല. വന്യജീവി ആക്രമണം അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് ഈ മാസം 27 യാത്ര തുടങ്ങുക. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ വൺ കോട്ടയം. വയനാട് പുൽപ്പള്ളിയിലെ ജനവാസ മേഖലയിൽ ഭീതി പരത്തിയ കടുവ കാണാമറയത്ത് തന്നെ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താനായില്ല. കടുവയെ പിടികൂടുന്നതിൽ വനം വകുപ്പ് അനാസ്ഥ കാട്ടുന്നുവെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ചെതലത്ത് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കഴിഞ്ഞ 10 ദിവസമായി പുൽപ്പള്ളിയിലെ ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്ന കടുവയെ പിടിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് വനം വകുപ്പ്. 9 ദിവസത്തിനിടെ 5 ആടുകളെയാണ് കടുവ കൊന്നത്. തൂപ്ര മേഖലയിലെ അങ്കണവാടിക്ക് സമീപം ആടിനെ കൊന്ന ശേഷം വെള്ളക്കെട്ട് ഭാഗത്തേക്ക് കടുവ നീങ്ങിയിരുന്നു. പിന്നീട് ഡ്രോൺ ക്യാമറ ഉപയോഗിച്ച് പരിശോധിച്ചെങ്കിലും കണ്ടെത്തിയില്ല. കടുവയ്ക്കായി നിരീക്ഷണം തുടരുമെന്നും ലൊക്കേറ്റ് ചെയ്താൽ മയക്കുവെടിവെക്കാൻ നടപടിയെടുക്കുമെന്നും സൗത്ത് വയനാട് DFO അജിത് K. രാമൻ പറഞ്ഞു. കൂടുകളെല്ലാം തന്നെ റീകണ്ടീഷൻ ചെയ്ത് ജീവനുള്ള ഇരയും കൂടെ നമ്മൾ ഈ കൂടുകളിൽ വെച്ചിട്ടുണ്ട്. 4 കൂടുകളാണ് ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗത്തെല്ലാം തന്നെ നമ്മൾ നിരീക്ഷണം ക്യാമറകൾ ഉപയോഗിച്ച് നമ്മൾ നടത്തി വരികയാണ്. കടുവയെ പിടികൂടാത്തത് വനം വകുപ്പ് അനാസ്ഥയാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ചെതലത്ത് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. കടുവയെ ഉടൻ പിടികൂടിയില്ലെങ്കിൽ വലിയ പ്രക്ഷോഭം നടത്തുമെന്ന് കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകി. ജനങ്ങളെ ഇങ്ങനെ പരീക്ഷണം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാതെ ഈ കടുവയെ അവിടുന്ന് മയക്കുവെടിവെച്ച് കൊണ്ടുപോകുന്നില്ല എങ്കിൽ
ഈ പറയുന്ന നിരോധാജ്ഞയൊക്കെ തള്ളി കളഞ്ഞുകൊണ്ട് ജനങ്ങൾ അതിശക്തമായി നിയമം ലംഘിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. ആട് നഷ്ടപ്പെട്ട കർഷകർക്കുള്ള നഷ്ടപരിഹാരം ഡിഎഫ്ഒ കർഷകരുടെ വീടുകളിലെത്തി കൈമാറി. കടുവയെ പിടികൂടാത്തതിൽ വലിയ ആശങ്കയാണ് പുൽപ്പള്ളിയിൽ നിലനിൽക്കുന്നത്. മീഡിയ 1 വയനാട്. തൃശൂർ സർക്കാർ ചിൽഡ്രൻസ് ഹോമിൽ 15 വയസ്സുകാരൻ 17-കാരനെ ചുറ്റിക കൊണ്ട് അടിച്ചു കൊന്നു. UP സ്വദേശി അങ്കിതാണ് മരിച്ചത്. ഇന്നലെ രാത്രി മർദ്ദിച്ചതിന്റെ വൈരാഗ്യത്തിലായിരുന്നു കൊലപാതകം. സംഭവത്തിൽ കെയർ ടേക്കർമാർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് ജില്ലാ കലക്ടർ പറഞ്ഞു. ഇന്ന് കാലത്ത് 6:30 സംഭവം. ഇന്നലെ രാത്രിയിൽ അങ്കിതും 15 വയസ്സുകാരൻ തമ്മിൽ വാക്കുതർക്കമുണ്ടായി. അങ്കിത് 15-കാരന്റെ മുഖത്തിടിച്ചു. ആക്രമണത്തിൽ 15-കാരന്റെ മുഖത്ത് പരിക്കേറ്റിരുന്നു. രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുമ്പോൾ 15-കാരന് വേദന അനുഭവപ്പെട്ടു. പിന്നാലെ ഹോമിൽ അറ്റകുറ്റപ്പണി നടക്കുന്ന സ്ഥലത്തുണ്ടായിരുന്ന ചുറ്റികയെടുത്ത് കിടന്നുറങ്ങുകയായിരുന്ന അങ്കിതിന്റെ തലക്കടിക്കുകയായിരുന്നു. കുട്ടിയെ ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്നലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, വഴക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ അവർ തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ തന്നെ അവർ ഹോമിലുള്ളവർ പരിഹരിച്ചായിരുന്നു. പക്ഷേ രാത്രി ഉറങ്ങിയ ശേഷം രാവിലെ എണീറ്റ് വരുമ്പം ഈ കുട്ടിക്ക് ചെറിയൊരു പരിക്കുണ്ടായിരുന്നു. ആ ഒരു ദേഷ്യം പുറത്ത് അപ്പോൾ ഒരു ചുറ്റിയെ എടുത്തിട്ട് അടിക്കാണ് ഉണ്ടായത്. 2023 കേരളത്തിൽ സ്ഥിരതാമസമാക്കിയ UP സ്വദേശിയായ അങ്കിത് ചിൽഡ്രൻ ഹോമിൽ എത്തുന്നത്. 1 മാസം മുമ്പാണ് 15-കാരൻ എത്തിയത്. 15-കാരൻ തന്നെയാണ് കൊലപാതകത്തിന്റെ കാരണം പോലീസിനോട് പറഞ്ഞത്. ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരമുള്ള നടപടികളുമായി മുന്നോട്ടു പോകാനാണ് പോലീസ് തീരുമാനം. ഇതിലിപ്പം പ്രതിയായിട്ടുള്ള കുട്ടിയും പ്രായപൂർത്തിയാകാത്ത കുട്ടിയായതുകൊണ്ട് ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരമുള്ള നടപടികൾ ചെയ്തു വരുന്നുണ്ട്. എന്നാലും ഒരു കൊലപാതക കേസിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെ അതിൻ്റെ തെളിവെടുപ്പും കാര്യങ്ങളും അതിനുവേണ്ടിയുള്ള സീൻ ഗാർഡ് ചെയ്തിട്ടുണ്ട്. ഇനി സയന്റിഫിക് ആയിട്ടുള്ള പരിശോധനകളും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകും. സംഭവം നടക്കുന്ന സമയത്ത് 2 കെയർ ടേക്കർമാർ ഹോമിലുണ്ടായിരുന്നു. ഇവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. കുട്ടിക്ക് ലഭിക്കുന്ന തരത്തിൽ ചുറ്റിക എങ്ങനെ വന്നു എന്നും പരിശോധിക്കും. മീഡിയ 1 തൃശൂർ. ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ പ്രത്യേക സൌകര്യമൊരുക്കിയെന്ന ആരോപണത്തിൽ ജയിൽ വകുപ്പ് ഹെഡ്ക്വാർട്ടേഴ്സ് DIGയുടെ അന്വേഷണം ആരംഭിച്ചു. DIG വിനോദ് കുമാർ കാക്കനാട് ജില്ലാ ജയിലിലെത്തി ദൃശ്യങ്ങളും രേഖകളും പരിശോധിച്ചു. വൈകാതെ ജയിൽ വകുപ്പ് DGPക്ക് റിപ്പോർട്ട് നൽകും. കാക്കനാട് ജില്ലാ ജയിലിലെത്തിയ മധ്യമേഖലാ DIG അജയ്കുമാർ ബോബി ചെമ്മണ്ണൂരിന് പ്രത്യേക സൌകര്യങ്ങൾ ചെയ്തു കൊടുത്തുവെന്നാണ് പരാതി. ബോബി ചെമ്മണ്ണൂരിനെ കണ്ടിരുന്നുവെന്നും ഒരു തരത്തിലുമുള്ള സൌകര്യവും ചെയ്തു കൊടുത്തിട്ടില്ലെന്നുമാണ് അജയ്കുമാർ നൽകുന്ന വിശദീകരണം. ജയിൽ DGPയോട് റിപ്പോർട്ട് നൽകാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. EP ജയരാജന്റെ പേരിലുള്ള പുസ്തക വിവാദ കേസിൽ DC ബുക്സ് മുൻ പബ്ലിക്കേഷൻ മാനേജർ AV ശ്രീകുമാർ അറസ്റ്റിൽ. മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നതിനാൽ ഇന്നലെ വൈകിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തി. കോട്ടയം ഈസ്റ്റ് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ശ്രീകുമാറിൽ നിന്നാണ് ആത്മകഥാഭാഗങ്ങൾ ചോർന്നതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. കേസിലെ 1-ാം പ്രതിയാണ് ശ്രീകുമാർ. അതേസമയം തന്നെ ബലിയാടാക്കിയെന്ന് ശ്രീകുമാർ മൊഴി നൽകി. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും ഏൽപ്പിച്ച ജോലികൾ ഉത്തരവാദിത്വത്തോടെ ചെയ്തതെന്നുമാണ് ശ്രീകുമാറിന്റെ മൊഴി. മുണ്ടക്കൈ പുനർനിർമ്മാണത്തിൽ S. സുഹാസ് IASനെ സ്പെഷ്യൽ ഓഫീസറായി നിയമിച്ചു. പുനർനിർമ്മാണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം S. സുഹാസിനായിരിക്കും. ഉയർന്ന നഷ്ടപരിഹാര തുക ദുരന്തബാധിതരുടെ അവകാശമല്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. ദുരന്തബാധിതർക്ക് ഉയർന്ന നഷ്ടപരിഹാരം നൽകണമെന്ന് സർക്കാരിനോട് നിർദ്ദേശിക്കാനാകില്ല. മാനുഷിക പരിഗണനയിലാണ് സർക്കാർ പുനരധിവാസം നടപ്പാക്കുന്നതെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ടൗൺഷിപ്പ് പദ്ധതിക്ക് പുറത്ത് വീട് വേണ്ടവർക്ക് 40 മുതൽ 50 ലക്ഷം വരെ നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യം പരിഗണിക്കണമെന്ന് അമിക്കസ് ക്യൂറി കോടതിയെ അറിയിച്ചു. VS സുനിൽകുമാറിനെതിരെ CPI എക്സിക്യൂട്ടീവിൽ വിമർശനം. തൃശൂർ മേയറുടെ കേക്ക് വിവാദത്തിലെ പ്രതികരണം, തൃശൂരിലെ തോൽവിയിൽ മാധ്യമങ്ങളെ കണ്ടത് തുടങ്ങിയ വിഷയങ്ങളിലാണ് എക്സിക്യൂട്ടീവിൽ വിമർശനമുയർന്നത്. വിഷയത്തിൽ സുനിൽകുമാറിനോട് സംസാരിക്കുമെന്നും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. മോഷണശ്രമം തടയുന്നതിനിടെ ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാനെ കുത്തേറ്റു. മുംബൈ ബാന്ദ്രയിലെ വീട്ടിൽ പുലർച്ചെ 2 മണിയോടെയാണ് ആക്രമണം. താരത്തെ ലീലാവതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീട്ടിലെ ജോലിക്കാരിയാണ് പ്രതിയെന്നാണ് പോലീസിന്റെ സംശയം. വാർത്തയിലേക്ക്. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ മലയാളി യുവാക്കൾ ചേർന്നതിൽ അന്വേഷണം ആരംഭിച്ച് NIA. കൂലിപ്പട്ടാളത്തിൽ നിന്നും മോചിതനായ കൊടകര സ്വദേശി സന്തോഷിന്റെ മൊഴി NIA രേഖപ്പെടുത്തി. റഷ്യയിലേക്ക് കൊണ്ടുപോയത് ഇലക്ട്രീഷ്യൻ ജോലിക്കാണെന്ന് പറഞ്ഞ് കബളിപ്പിച്ചെന്നും ഇവരുടെ ലക്ഷ്യം പണം മാത്രമാണെന്നും സന്തോഷ് മീഡിയ 1നോട് പറഞ്ഞു. പിന്നെ വരുമ്പോൾ CBIക്കാർ നമ്മൾ ചോദ്യം ചെയ്തിട്ട് വിട്ടു. 3 മണിക്കൂറോളം ചോദ്യം ഉണ്ടായിരുന്നു. NIA വന്നിട്ട് അത് പോയ കാര്യങ്ങളെല്ലാം ചോദിച്ചു. അപ്പോൾ ആരൊക്കെ അതിനുള്ള എല്ലാവരും പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. രക്ഷകടത്ത് തന്നെയാണ്. കാരണം
ഇവർ പറഞ്ഞ സംഭവം ഒന്നല്ല. കാരണം ഇപ്പോൾ ഒരാൾ മരിച്ചു, സന്ദീപ് മരിച്ചു, സിബീന് വിളിച്ചിട്ടുണ്ടായി, മറ്റാൾ വിളിച്ചു, എല്ലാവരും വിളിച്ചപ്പോൾ പറഞ്ഞു അവർക്ക് എങ്ങനെ അറിയില്ല, എങ്ങനെയല്ല അറിഞ്ഞു അവർ, അപ്പോൾ ഒന്നും അറിയില്ല, കൈയൊഴിഞ്ഞു. ഈ സുമേഷിനെ വിളിച്ചപ്പോൾ സുമേഷ് പറഞ്ഞു അത് മരിച്ചതിൽ വിഷമമുണ്ട്, അവൻ കുറച്ച് പൈസ കൊണ്ട് തരാനുണ്ട്, അങ്ങനെ ആൾ പറയണം. കോട്ടയം നഗരസഭയുടെ അക്കൗണ്ടിൽ നിന്ന് 211 കോടി രൂപ കാണാനില്ലെന്ന് ഓഡിറ്റ് റിപ്പോർട്ട്. വാടക ഇനത്തിൽ ഉൾപ്പെടെ ലഭിച്ച ചെക്കുകൾ നഗരസഭയുടെ അക്കൗണ്ടിൽ ചേർത്തിട്ടില്ലെന്ന് കണ്ടെത്തി. ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പകർപ്പ് മീഡിയ വണ്ണിന് ലഭിച്ചു. സംഭവത്തിൽ LSTD ജോയിന്റ് ഡയറക്ടർ നടപടിക്ക് ശുപാർശ ചെയ്തു. 2023-24 സാമ്പത്തിക വർഷം നടന്ന തട്ടിപ്പിൽ UDF ഭരണസമിതിക്ക് പങ്കുണ്ടെന്ന് LDF ആരോപിച്ചു. പാലക്കാട് കഞ്ചിക്കോട് ബ്രൂവറി അനുവദിക്കാനുള്ള മന്ത്രിസഭാ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സർക്കാർ തീരുമാനം ദുരൂഹമാണ്, ഒരു കമ്പനിക്ക് മാത്രം അനുമതി നൽകിയതിന്റെ മാനദണ്ഡം എന്താണെന്ന് വെളിപ്പെടുത്തണമെന്നും സതീശൻ പറഞ്ഞു. ബ്രൂവറി തുടങ്ങാനുള്ള നീക്കത്തിന് പിന്നിൽ വൻ അഴിമതിയാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. വിഷയത്തിൽ എക്സൈസ് മന്ത്രി മറുപടി പറയണമെന്ന് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഇപ്പോൾ പൊടുന്നനെയാണ് ഇന്നലെ മന്ത്രിസഭാ യോഗത്തിൽ ഒരു പുതിയ ബ്രൂവറി ഡിസ്റ്റിലറി യൂണിറ്റ് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് പുതുശ്ശേരി പഞ്ചായത്തിൽ ആരംഭിക്കാനുള്ള അനുമതി കൊടുത്തത്. ഇതിന്റെ പിന്നിൽ വൻ അഴിമതിയുണ്ട് എന്ന് ഞാൻ ആരോപിക്കുകയാണ്. വിനോദ നികുതി അടയ്ക്കാത്തതിന് കൊച്ചി കോർപ്പറേഷൻ കേരള ബ്ലാസ്റ്റേഴ്സിന് നോട്ടീസ് നൽകി. മത്സര വിവരങ്ങളും ടിക്കറ്റ് വിൽപ്പന വിവരങ്ങളും ഹാജരാക്കാനാണ് നിർദ്ദേശം. മുൻ സീസണുകളിലെ മത്സരങ്ങളുടെ വിവരങ്ങൾ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് GCDAയ്ക്കും കോർപ്പറേഷൻ കത്ത് നൽകി. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന മത്സരങ്ങളുടെ വിനോദ നികുതിയാണ് ബ്ലാസ്റ്റേഴ്സ് അടയ്ക്കാനുള്ളത്. ഈ സീസണിൽ നടന്ന മത്സരങ്ങളുടെ വിശദാംശങ്ങളും ടിക്കറ്റ് വിൽപ്പനയുടെ രേഖകളും ഹാജരാക്കാനാവശ്യപ്പെട്ടാണ് ബ്ലാസ്റ്റേഴ്സിന് കോർപ്പറേഷൻ നോട്ടീസ് നൽകിയത്. മറുപടി നൽകിയില്ലെങ്കിൽ കനത്ത നടപടികൾ എടുക്കുമെന്ന് നോട്ടീസിലുണ്ട്. നികുതി അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരള ബ്ലാസ്റ്റേഴ്സും കൊച്ചി കോർപ്പറേഷനും തമ്മിൽ നേരത്തെ തന്നെ തർക്കങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസും നിലനിൽക്കുന്നുണ്ട്. തുടർന്നാണ് നിയമോപദേശം തേടിയ ശേഷം കോർപ്പറേഷൻ ബ്ലാസ്റ്റേഴ്സിന് കത്ത് നൽകിയത്. മുൻ സീസണുകളിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് GCDAയ്ക്കും കോർപ്പറേഷൻ കത്ത് നൽകിയിട്ടുണ്ട്. മീഡിയ വൺ കൊച്ചി. എറണാകുളത്ത് ഷെയർ മാർക്കറ്റിൽ ലാഭം വാഗ്ദാനം ചെയ്ത് നടത്തിയ തട്ടിപ്പിൽ ഹൈക്കോടതി മുൻ ജഡ്ജി ശശിധരൻ നമ്പ്യാർക്ക് 89 ലക്ഷം രൂപ നഷ്ടമായി. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാക്കിയ ശേഷം നൽകിയ ലിങ്കിൽ ജോയിൻ ചെയ്യിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. 880% ലാഭം വാഗ്ദാനം ചെയ്ത് പണം തട്ടുകയായിരുന്നു. എറണാകുളം ഹിൽ പാലസ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. റിപ്പോർട്ടർ ചാനലിലെ മാധ്യമപ്രവർത്തകർക്കെതിരെ പോക്സോ കേസ്. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനിടെ പെൺകുട്ടിയോട് ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്നാണ് കേസ്. ചാനലിന്റെ കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാർ, റിപ്പോർട്ടർ ഷാബാസ്, പേര് രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത മറ്റൊരാൾ എന്നിവരെ പ്രതികളാക്കിയാണ് കേസെടുത്തത്. ബാലാവകാശ കമ്മീഷന്റെ പരാതിയിലാണ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസിന്റെ നടപടി. നേരത്തെ ബാലാവകാശ കമ്മീഷനും കേസെടുത്തിരുന്നു. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സ്മാരകത്തിനായി ഡൽഹിയിൽ കേന്ദ്ര സർക്കാർ പുതിയ സ്ഥലം കണ്ടെത്തി. പ്രണബ് മുഖർജിക്കായി സ്മാരകം നിർമ്മിക്കുന്ന സ്ഥലത്തിന് സമീപത്താണ് പുതിയ സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. സ്മാരകത്തിന്റെ രൂപകൽപ്പനയും നിർമ്മാണവും എങ്ങനെയാകണമെന്ന് ബന്ധുക്കൾക്ക് തീരുമാനിക്കാമെന്ന് മന്ത്രാലയം അറിയിച്ചു. 1.5 ഏക്കർ സ്ഥലമാണ് സർക്കാർ മൻമോഹൻ സ്മാരകത്തിനായി മാറ്റിവെക്കുന്നത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണൽ 2ാം സ്ഥാനത്ത് തിരിച്ചെത്തി. ടോട്ടനത്തിനെ 1-നെതിരെ 2 ഗോളുകൾക്കാണ് ആഴ്സണൽ തോൽപ്പിച്ചത്. തോൽവിയോടെ ടോട്ടനം 13ാം സ്ഥാനത്തേക്ക് താഴ്ന്നു. ന്യൂകാസിലെതിരില്ലാത്ത 3 ഗോളിന് വോൾസിനെ തോൽപ്പിച്ചു. മറ്റു മത്സരങ്ങളിൽ ക്രിസ്റ്റൽ പാലസ് ലെസ്റ്റർ സിറ്റിയെയും ആസ്റ്റൺ വില്ല എവർട്ടനെയും തോൽപ്പിച്ചു. ഇന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സതാംപ്ടനെ നേരിടും. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7340 രൂപ, പവൻ 58,720 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 6090 രൂപ, പവന് 48,720 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ.